വി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം. ABVP പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. KSUവിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാസർഗോഡും കൊല്ലത്തും മലപ്പുറത്തും കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. നിയമസഭയിലെ എല്ലാ പ്രതിഷേധങ്ങൾക്കും MLA-മാർക്ക് പ്രത്യേക പരിരക്ഷ കിട്ടില്ലെന്നായിരുന്നു സുപ്രീംകോടതി വിധിയുടെ കാതലെങ്കിലും സഭയ്ക്ക് പ്രത്യേക അധികാരമുണ്ടെന്ന വാദമുയർത്തിയാണ് പ്രതിപക്ഷ നീക്കങ്ങളെ സർക്കാർ പ്രതിരോധിച്ചത്. എന്നാൽ സുപ്രീംകോടതി വിധിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിച്ചത് നിയമവിരുദ്ധമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. കയ്യാങ്കളി കേസിലെ പ്രതി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നതടക്കം പ്രതിപക്ഷം ചർച്ചയാകുമ്പോൾ മന്ത്രിക്കെതിരെ കോടതി പരാമർശമില്ല എന്നതാണ് രാജി നിരാകരിക്കാൻ സർക്കാരിന്റെ വാദം. നിയമസഭയിലെ എല്ലാ നടപടികളിലും MLA-മാർക്ക് പ്രത്യേക പരിരക്ഷയുണ്ട് എന്ന സർക്കാരിന്റെ വാദം സുപ്രീംകോടതി നിരാകരിച്ചു. പക്ഷേ ഈ വാദമുയർത്തി തന്നെയാണ് സഭയിൽ സർക്കാർ പ്രതിപക്ഷത്തെ നേരിട്ടത്. മുൻകാല കോടതി വിധികളും മറ്റ് നിയമസഭകളിലെ സംഭവ വികാസങ്ങളും അടക്കം സഭയിൽ കൊണ്ടുവന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. കേസ് പിൻവലിക്കാൻ സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടെന്ന വാദം മുഖ്യമന്ത്രി വീണ്ടും ഉന്നയിച്ചു. ചിലപ്പോൾ പാർലമെന്റിലും നിയമനിർമ്മാണ സഭകളിലും പ്രതിഷേധത്തിന്റെ അലകൾ ഉയരാറുണ്ട്. സമരങ്ങളും പ്രശ്നങ്ങളും തീരുമ്പോൾ സാധാരണഗതിയിൽ തന്നെ അതിനോടനുബന്ധിച്ചുണ്ടായ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ കോടതിയുടെ അനുമതി തേടുന്നതും ഈ സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ചരിത്രത്തിൽ ആദ്യമല്ല. ഇതൊരു പുതിയ സംഭവമാണെന്ന് തോന്നും വിധം പർവ്വതീകരിച്ച് ചിത്രീകരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല. കോടതി വിധിയെ സർക്കാർ ചോദ്യം ചെയ്യുകയാണെന്ന ആരോപണമുയർത്തിയാണ് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് നേരിട്ടത്. നാണം കെടുത്തിയ കയ്യാങ്കളി നടത്തിയ വ്യക്തി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്നതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. കേരളത്തിന് ഭൂഷണമാണോ മുഖ്യമന്ത്രി? പറ, കേരളത്തിന് ഭൂഷണമാണോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി? ഇതാണോ മെസ്സേജ്? ഇതാണോ അന്ന് കേരളത്തിന് പുറത്തേക്ക് കൊടുക്കാൻ പോകുന്ന കേരളത്തിനെ കുറിച്ചുള്ള മെസ്സേജ്? ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മന്ത്രി വി ശിവൻകുട്ടി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. KM മാണിക്കെതിരെ ഇടതുമുന്നണി നടത്തിയ നീക്കങ്ങളും പ്രസ്താവനകളും വീണ്ടും ചർച്ചയാക്കിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നിരയുടെ നീക്കം. കയ്യാങ്കളി കേസും മന്ത്രിയുടെ രാജി ആവശ്യവും പരമാവധി ചർച്ചയാക്കുകയാണ് പ്രതിപക്ഷ തന്ത്രം. സഭയ്ക്കുള്ളിലെ പ്രതിഷേധത്തിനൊടുവിൽ കവാടത്തിൽ കുത്തിയിരുന്ന പ്രതിഷേധം പിന്നീട് സഭ വിട്ടിറങ്ങി. ന്യൂസ് 18 തിരുവനന്തപുരം.